ഓക്കെ, അപ്പം അത് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് നാരങ്ങ. നമ്മുടെ സാധാരണ നാരങ്ങ. പക്ഷേ ഈ നാരങ്ങ നിങ്ങൾ കണ്ടു നോക്കി അറിയാം, ഇതുപോലെ വേണം സ്ലൈസ് ചെയ്യാനായിട്ട്. അതുകൊണ്ടോ നല്ല വളരെ തിന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നു. അതിനുശേഷം നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഒരു 2-3 തുള്ളി ഇതിലേക്ക് ഒഴിക്കുക. ഒരുപാട് പിഴിഞ്ഞ് ഒഴിക്കല്ല്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുളിയൊക്കെ തോന്നും നാരങ്ങയുടെ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നാരങ്ങയുടെ ഫ്ലേവറാണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി 2-3 തുള്ളി മാത്രം ഒഴിക്കുക. അതിനുശേഷം ഈ ഒരു പീസ് ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യുക. സോ അതും നല്ല ബെസ്റ്റ് ഒരു ഫീൽ നൽകും, നല്ല ബെസ്റ്റ് ഒരു ടേസ്റ്റ് നൽകും. ഒറ്റ നാരങ്ങ മതി. ഈ വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ സ്ലൈസ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒന്ന് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ പുതിന ഇലയാണ്. ഓക്കെ, പുതിന ഇല. സോ